ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സ്റ്റേഷൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടൈസിൻ വാങ്ങിച്ചു കൊടുത്ത മാർബിളിൽ നിന്ന് ടക്കാര ഒരെണ്ണം അവന് നൽകിയിട്ട് പോകുന്നത് വരെയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടൈസിനാണെങ്കിൽ ടക്കാര കൊടുത്ത മാർബിൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. കുറച്ചു നേരം അത് നോക്കിയിട്ട് അവൻ്റെ പ്രിയപ്പെട്ട തത്തയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് അത് വെച്ചിട്ട് ക്ലബ്ബ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. അയാം നക്കാനോ ടൈസിനെന്ന്. ഇവൻ മെസ്സേജ് അയച്ചുടനെ എല്ലാവരും റിപ്ലൈ കൊടുക്കുന്നത് കണ്ടിട്ട് അവൻ പറയണു, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ടല്ലോ എന്ന്. പിറ്റേന്ന് അവൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ അങ്കിളിനെ വീണ്ടും കാണുന്നു. അയാൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ആംഗിളൊക്കെ ശരിയായോ എന്ന്. അപ്പം അവൻ പറയുന്നു, ഞാൻ ഇപ്പോൾ ഓക്കെയാണ്, എല്ലാം ശരിയായെന്ന്. എന്നിട്ട് അവൻ മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, എന്ത് കൈൻഡായ പേഴ്സൺ ആണ് ഇയാളെന്ന്. എന്നിട്ട് അയാളുടെ കയ്യിൽ മുറിവിൽ വെച്ചിരിക്കുന്ന ബാൻഡേഡ് ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം എടുത്ത് കൊടുക്കുകയാണ്. അപ്പം അയാളാണെങ്കിൽ അത് വാങ്ങിയിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് പറയാണ്, നീ ഒരു ഗുഡ് കിട്ടാണെന്ന്. ഇയാൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയം തന്നെ ടക്കാര ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് കാണുമ്പോൾ അവന് കൂടുതൽ സന്തോഷമാകുന്നുണ്ട്. അടുത്ത സീനിൽ ടക്കാരയോട് ഷോൻ പറയാണ്, നിൻ്റെ അടുത്തുനിന്ന് ഓറിയൻറ്റേഷനിൽ വെച്ച് സംസാരിച്ച പയ്യനില്ലേ നക്കാനോ, അവന് നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ ഷോനിൻ്റെ ഫോണിലേക്ക് നോക്കിയാണ്. അവിടെ ടൈസിനാണെങ്കിൽ നാൻസിയുടെ കയ്യിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ താമസിച്ചിരുന്നു, എന്നാലും അവളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ശ്രദ്ധിച്ചിട്ട് അവൾക്ക് ചോദിക്കുന്നുണ്ട്, ഈ ജാക്കറ്റാണോ നിങ്ങൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം നാൻസി പറയുന്നു അതേന്ന്. അത് കേട്ട ടൈസിൻ ചോദിക്കുന്നു, അല്ല എനിക്കിത് എവിടെ നിന്നും വാങ്ങാൻ കഴിയുമെന്ന്. അപ്പോൾ അവളാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഷോപ്പിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഷോപ്പ് ടക്കാരയുടെ ഫ്രണ്ടിൻ്റേതായിരുന്നു. അപ്പം ടൈസിൻ ചോദിക്കുന്നുണ്ട്, ഈ ഷോപ്പോ എന്ന്. അപ്പം നാൻസി ചോദിക്കുന്നു, എന്താ ഈ ഷോപ്പ് നിനക്ക് അറിയാമോ എന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ടൈസിൻ ആ ഷോപ്പിലെത്തിയതുപോലെയാണ്. അവിടെ അവനെത്തുന്ന സമയത്ത് ടക്കാര ഉണ്ടായിരുന്നു. അപ്പം ടക്കാരയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ ടക്കാരയുടെ ജൂനിയർ അല്ലേ എന്ന്. അപ്പം ടക്കാര അവനോട് ചോദിക്കുന്നു, എന്താ നീ ഇവിടെ എന്ന്. അപ്പം ടൈസിൻ പറയുന്നു, അത് പിന്നെ എനിക്ക് ഹൈക്കിംഗ് ക്ലോത്ത്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പ്രസിഡൻ്റാണ് എനിക്ക് ഷോപ്പ് റെക്കമെൻഡ് ചെയ്തതെന്ന്. അപ്പം ടൈസിൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ടക്കാരയാണെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുന്നു. ടൈസിന് ഏത് തുണി വാങ്ങണമെന്നും ഒരു ഐഡിയയും ഇല്ല. അപ്പം ടക്കാര ചോദിക്കുന്നു, നീ എന്താണ് നോക്കുന്നതെന്ന്. അപ്പം ടൈസിൻ പറയുന്നു, അത് പിന്നെ എന്ത് വാങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പം ടക്കാര പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ നീ ഹൈക്കിംഗ് സമയത്ത് യൂസ് ചെയ്തത് ജാക്കറ്റ് അല്ലേ, അപ്പം ഈ തവണ എന്തായാലും ടീഷർട്ട് ട്രൈ ചെയ്തെന്ന് പറഞ്ഞു ഒരു യെല്ലോ ടീഷർട്ട് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ വാമാക്കുമെന്നും പറയുന്നുണ്ട്. ടൈസിനാണെങ്കിൽ നല്ല സന്തോഷത്തോടെയാണ് ടീഷർട്ട് വാങ്ങുന്നത്. അപ്പം അവൻ്റെ ഫ്രണ്ട് പറയാണ്, വാവ് ഇത് സർപ്രൈസിങ് ആണല്ലോ ടക്കാര, ഒരു സീനിയറിനെ പോലെയെന്ന്. അത് കേട്ട ടക്കാര പറയുന്നു, നീ നിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം നോക്കടാ എന്ന്. ടൈസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. കാരണം ആദ്യമായിട്ടല്ലേ ടക്കാര ഒരു ഡ്രസ്സെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, താങ്ക് യു സീനിയർ ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട് സഹായിച്ചതിനെന്ന്. അതിന് ടക്കാര എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നടക്കുകയാണ്. ഇത് കണ്ട ടൈസിനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, സീനിയർ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ട്രബിളിലായിരിക്കുന്ന സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ടക്കാര ചോദിക്കുന്നു, എന്ത് ട്രബിൾ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ റെഡിക്കുലസ് ആയ കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യില്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ടക്കാര പോയി കഴിഞ്ഞ് ടക്കാരയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അവൻ അങ്ങനെ പുറമേ ആണെങ്കിലും അവനൊരു അറ്റൻറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നീ എന്തായാലും ട്രൈ ചെയ്താൽ മതി, അവൻ കോൾ അറ്റൻഡ് ചെയ്യുമെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് കുറച്ച് സമാധാനമാകുന്നുണ്ട്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും ആ അങ്കിളിനെ കാണുകയാണ്. അവനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തൊരു കോയിൻസിഡൻസ് ആണെന്ന്. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നു, ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ, എൻ്റെ സീനിയർ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നെന്ന്. അയാളാണെങ്കിൽ അവനെ ഒരുമാതിരിയാണ് നോക്കുന്നത്. പക്ഷെ ടൈസിനെ അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി ടൈസിനെ അവൻ്റെ അമ്മ വിളിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ ഞാനൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു, പിന്നെ ഒരു ഷോപ്പ് ഓണറുമായിട്ട് സംസാരിക്കാൻ പറ്റി, ബസ്സിൽ വെച്ചൊരു അങ്കിളിനെയും മീറ്റ് ചെയ്തെന്ന്. ഇതൊക്കെ കേട്ട് അമ്മ പറയുന്നുണ്ട്, അതൊക്കെ കൊള്ളാം, പക്ഷേ അവിടെയുള്ള എല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ല, അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇരിക്കണമെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ അവൻ്റെ അനിയത്തി അവിടെ വന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അവൾ ആ ടോക്കിയോ നഗരത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. പിറ്റേന്ന് ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്ന സമയവും അവനാണെങ്കിൽ ടക്കാരയെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടക്കാര ഫ്രണ്ട്സിനോടൊപ്പം കഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവൻ എന്നും ഈ റാമേൻ തന്നെ കഴിക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ടക്കാര നിനക്ക് മടുപ്പ് തോന്നൂലേ എന്നും ഇത് തന്നെ കഴിക്കുമ്പോഴെന്ന്. ആ സമയം അവിടെ ടൈസിനാണെങ്കിൽ ടക്കാര എന്താണ് കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്. ഇത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ സ്കേറ്റിങ്ങിന് പോകുമ്പോൾ അത്, പിന്നെ അവൻ കോഫി കുടിക്കുന്നത്, അതുപോലെ ബുക്ക് വായിക്കുന്നത്, എല്ലാ
കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വായിച്ചൊക്കെ കഴിഞ്ഞ് ടക്കാരൻ നടന്നു പോകുന്ന സമയം ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ അത് റീഡ് ചെയ്യുന്നുണ്ട്. അത് അയച്ചിരിക്കുന്നത് ടൈസനാണ്. ടക്കാരൻ അയച്ച അതേ മെസ്സേജ് അതുപോലെ തിരിച്ചയച്ചിരിക്കുകയാണ് അവൻ. അങ്ങനെ അവനാണെങ്കിൽ അത് നോക്കിക്കൊണ്ട് നടക്കുന്ന സമയം അവൻ്റെ ഫ്രണ്ട്സ് അവിടേക്ക് വന്നിട്ട് അവനെ പുറത്തേക്ക് പോകാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ടൈസനാണെങ്കിൽ ഒരു പൂ കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ടക്കാരയ്ക്ക് അയക്കണോ വേണ്ടേന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് ആ അങ്കിള് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ നമ്മൾ വീണ്ടും കണ്ടു, നീ ഡിന്നർ കഴിച്ചില്ലല്ലോ, ഞാൻ കുറച്ച് ഗ്രില്ലഡ് ചിക്കൻ നിനക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, നീ വേറൊന്നും കരുതില്ലെങ്കിൽ ഞാൻ നിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരട്ടെ എന്ന്. ടൈസനാണെങ്കിൽ അയാൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ കഥ കടച്ചിരിക്കുകയാണ്. പക്ഷെ അയാൾ പോയി കാണുമെന്ന് കരുതിയേ ഇല്ല. അയാൾ അവിടേക്ക് വന്ന് അവൻ്റെ വീടിൻ്റെ ഡോറിൽ തട്ടിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പ്രശ്നം, നീ ഓക്കെ ആണോ, നീ കഥക് തുറക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഗ്രില്ലഡ് ചിക്കൻ കഴിക്കാമെന്ന്. ഇയാൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ടൈസനാണെങ്കിൽ നല്ല പേടിയാകുന്നുണ്ട്. അവിടെ കഴിക്കുന്ന സമയം ഷോനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലാണ് പോപ്പുലർ ആകുന്നതെന്ന്. അപ്പം നാൻസി പറയുന്നു, നിനക്കങ്ങനെ പോപ്പുലർ ആകണമെന്നുണ്ടെങ്കിൽ നീ പോപ്പുലറായ പീപ്പിളുള്ള കൺട്രിയിലേക്ക് പോയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും പറ്റൂല, ടക്കാര നിൻ്റെ കയ്യിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന്. അപ്പം ടക്കാര പറയുന്നു, നീ ഒരു കാര്യം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം ടക്കാര് ടൈസൻ കോൾ ചെയ്യാണ്. ടക്കാര കോൾ അറ്റൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ന്. ടൈസൻ തിരിച്ചൊന്നും പറയാത്തത് കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു, കേൾക്കാൻ സീനിയർ, ഇവിടെ ഒരു അങ്കിള് വന്നിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് വരണമെന്നൊക്കെ പറയുന്നു, അയാൾ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണെന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നുണ്ട്, അയാൾ ഡേഞ്ചറസ് ആണോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു, അങ്ങനെയൊന്നും അല്ല, പക്ഷേ എനിക്ക് പേടിയാകുന്നത്. അത് കേട്ടുടനെ ടക്കാരയാണെങ്കിൽ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും പുറത്തേക്ക് പോവുകയാണ്. അവരാണെങ്കിൽ ഏതാ പെണ്ണ് വിളിച്ചതാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അവനാണെങ്കിൽ പുറത്ത് വന്നുടനെ ടൈസനോട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വരെയാണ്, ഞാൻ വരുന്നത് വരെ നീ കഥക് തുറക്കരുതെന്ന്. അപ്പം അവൻ പറയുന്നുണ്ട് ശരിയെന്ന്. ആ അങ്കിളാണെങ്കിൽ വീണ്ടും കഥകിൽ മുട്ടിയിട്ട്, ഈ ചിക്കൻ ഇപ്പോൾ തണുത്തു പോകും, നീ കഥക് തുറക്കെന്നും പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇത് കേട്ട ടൈസനാണെങ്കിൽ പേടിച്ച് കഥകിനടുത്ത് ചെന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ അൺകംഫർട്ടബിൾ ആക്കുകയാണെന്ന്. അത് കേട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ നീ അങ്ങനെ പറയുന്നത്, നീ ഡോറ് തുറക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന്. ഇയാളിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടക്കാര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ നിങ്ങൾ എന്താ ഇവിടെയെന്ന്. അത് കേട്ട അയാൾ പറയുന്നു, അത് പിന്നെ ഞാൻ അവനോട് ജസ്റ്റ് ഡിന്നർ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാമോ എന്ന് ചോദിച്ചു, അത്രയേ ഉള്ളെന്ന്. അപ്പം ടക്കാര പറയുന്നു, അവൻ നിങ്ങളെ കാരണം പേടിച്ചകത്തിരിക്കും, ഇനിയും നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന്. അത് കേട്ട അയാളാണെങ്കിൽ ടൈസനോട്, നീ അങ്ങനെയാണോ എന്നെ കരുതുന്നത്, എന്നാ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അയാൾ പോയി കഴിഞ്ഞ് ടക്കാരയാണെങ്കിൽ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഡോറ് തുറക്കെന്ന്. അവൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ടൈസൻ പേടിച്ച് പുറത്തേക്ക് വന്ന് ടക്കാരയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. ടക്കാര ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അകത്ത് കയറി ഉടനെ ടൈസൻ പറയുന്നു, സീനിയർ നിങ്ങളുടെ അടുത്ത് നിന്നും ബൂസിൻ്റെ സ്മെല്ല് വരുന്നെന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നുണ്ട്, നിനക്കിതാണോ എന്നോട് ആദ്യമേ പറയാനുള്ളത്, പിന്നെ നീ ലക്കിയാണ്, അതുകൊണ്ടാണ് ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പം ടൈസൻ പറയുന്നുണ്ട്, സോറി സീനിയർ, ആദ്യം എനിക്ക് നിങ്ങളെയാണ് ഓർമ്മ വന്നത്, അതാണ് വിളിച്ചതെന്ന്. അപ്പം ടക്കാര ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ അങ്കിളിനെ നേരത്തെ അറിയാമോ എന്ന്. അപ്പം ടൈസൻ പറയുന്നു, അറിയാം, ബസ്സിൽ വെച്ചു അതുപോലെ റോഡിലൂടെയൊക്കെ നടക്കുന്ന സമയം കാണാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംസാരിച്ചതെന്ന്. അപ്പം ടക്കാര പറയുന്നു, അയാൾ നിന്നെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. അപ്പം ടൈസൻ ചോദിക്കുന്നു, പക്ഷെ ഞാനൊരു മേനല്ലേ എന്ന്. അപ്പം ടക്കാര പറയുന്നു, ചില മെന്നിന് മറ്റൊരു മെന്നിനെ അട്രാക്റ്റീവായിട്ട് തോന്നുമെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതുപോലെ നിനക്ക് ആരെയാണോ ഏറ്റവും വിശ്വാസമുള്ള, അതിപ്പം മെന്നായാലും വുമൺ ആയാലും അയാളെ നീ ചൂസ് ചെയ്യണമെന്ന്. ഇത് കേട്ടുടനെ ടൈസനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ സീനിയറിനെ ചൂസ് ചെയ്യട്ടെ എന്ന്. അപ്പം ടക്കാര പറയുന്നു, അറിയത്തില്ലെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പിന്നെ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും അങ്ങനെ സംസാരിക്കാൻ നിൽക്കരുതെന്ന്. അപ്പം ടൈസൻ പറയാണ്, അത് പിന്നെ അയാൾ എൻ്റെ കമ്മൽ കൊള്ളാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് സംസാരിച്ചെന്ന്. ഇത് കേട്ട ടക്കാരയാണെങ്കിൽ പറയുന്നുണ്ട്, നീ പൊട്ടത്തരം വിളിച്ച് പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ടക്കാര പോകുന്നു. പിറ്റേന്ന് രാവിലെ ടക്കാര പോകുന്നത് കണ്ടിട്ട് ടൈസനാണെങ്കിൽ അവനോട് ഇന്നലെ സഹായിച്ചതിന് താങ്ക്സ് പറയണേ. എന്നിട്ട് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇന്നലെ മെസ്സേജ് അയക്കണമെന്ന് കരുതിയതാണ്,
പക്ഷേ പിന്നെ കോൾ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അത് നിർത്തിയെന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നു, അല്ല ഇന്നലെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ എന്തായിരിക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നതെന്ന്. അത് കേട്ട അവനാണെങ്കിൽ ഒരു പൂവിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട ടക്കാര ചോദിക്കുന്നു, മേരി ഗോൾഡോ എന്ന്. അപ്പം ടൈഷിൻ പറയുന്നു, സീനിയർ, നിങ്ങളൊരു സീനിയർ തന്നെയാണ്, നിങ്ങൾ സൂപ്പർ തന്നെയാണെന്ന്. അത് കേട്ട ടക്കാര ചോദിക്കുന്നു, നീ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട ടൈഷിനാണെങ്കിൽ സീനിയർ ഞാനിത് അയക്കട്ടെ എന്നും പറഞ്ഞ് ചോദിച്ച് അവൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.